താരങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിനേക്കാൾ എന്നും ചർച്ച ചെയ്യപ്പെടാറുള്ളത് അവരുടെ വ്യക്തിജീവിതമാണ്. അടുത്ത കാലത്തായി നടനും തമിഴ്നാട് മുഖ്യമന്ത്രിയുമായി വിജയിയുടെ വ്യക്തിജീവിതത്തിൽ നടന്നതുമായ വിഷയങ്ങളാണ് ചർച്ചയാകുന്നത്. ഭാര്യ സംഗീതയിൽ നിന്ന് വിവാഹമോചനം നേടാനുള്ള ഒരുക്കത്തിലാണ് നടൻ. ദൃശ്യമായി വിജയുടെ ബന്ധം മനസ്സിലാക്കിയ ശേഷം സംഗീതയും മക്കളും നടനിൽ നിന്ന് അകന്നാണ് കഴിയുന്നത്. മാസ്റ്റർ സിനിമയുടെ ഓഡിയോ ലോഞ്ച് ഫംഗ്ഷനായാണ് അവസാനമായി സംഗീത വിജയ്ക്കൊപ്പം പ്രത്യക്ഷപ്പെട്ടത്. അതിനുശേഷം സംഗീതയുടെ അഭാവം കണ്ടു തുടങ്ങിയപ്പോഴേ ചർച്ചകളും ആരംഭിച്ചിരുന്നു. ഗോസിപ്പുകൾ പലവിധത്തിൽ പ്രചരിക്കുന്നതിന് ഇടയിലാണ് ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ സംഗീത വിവാഹമോചനം ആവശ്യപ്പെട്ട് കോടതിയിൽ സമീപിച്ചത്. മകൾ സംഗീതയ്ക്കൊപ്പമാണ്. ഭാര്യയും മക്കളെയും വേദനിപ്പിച്ച് തൃഷയ്ക്കൊപ്പം മുന്നോട്ടു പോകുന്ന വിജയ്ക്ക് വലിയ രീതിയിൽ വിമർശനങ്ങളും ട്രോളുകളും ലഭിക്കുന്നുമുണ്ട്. ഇപ്പോഴിതാ നടന് മകളോടുണ്ടായിരുന്ന സ്നേഹത്തിന്റെ ആഴം എത്രത്തോളമായിരുന്നു എന്ന് നടി ലക്ഷണ പറഞ്ഞ വാക്കുകൾ വൈറലാകുകയായിരുന്നു. ശിവകാശിൽ വിജയ്ക്കൊപ്പം ലക്ഷണ എന്ന് അറിയപ്പെടുന്ന കൃഷ്ണൻ സജിത്തും അഭിനയിച്ചിരുന്നു. ശിവാശിയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോഴാണ് നടന് മകൾ ദിവ്യ സാഷ പിറന്നത്. ലോകം കീഴടക്കിയ വ്യക്തിയെപ്പോലെ അന്ന് വിജയ് സന്തോഷവാനായിരുന്നു എന്ന് ലക്ഷണ ഓർത്തെടുക്കുന്നു. ഷൂട്ടിംഗ് നടക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ മകൾ പിറന്നത്. അതൊരു വെള്ളിയാഴ്ചയായിരുന്നു. ഷൂട്ടിംഗ് അവസാനിക്കുന്നതിന് 3-4 ദിവസം മുമ്പാണ് ഇത് നടന്നത്. ലാസ്റ്റ് ഷെഡ്യൂളാണ് നടക്കുന്നത്. ഞാൻ ഷൂട്ടിലായിരുന്നു. തിരികെ വന്നപ്പോൾ അമ്മയാണ് പറഞ്ഞത് വിജയ് സാർ എന്നെ കാരവനിലേക്ക് വിളിക്കുന്നുണ്ടെന്ന്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ലഡുവൊക്കെ അദ്ദേഹം എന്നെ കാത്തിരിക്കുകയാണ്. അതീവ സന്തോഷവാനായിരുന്നു. ലോകം കീഴടക്കിയ സന്തോഷം അദ്ദേഹത്തിന്റെ മുഖത്ത് കാണാമായിരുന്നു. ലക്ഷണ എനിക്ക് പെൺകുഞ്ഞു പിറന്നു. വെള്ളിയാഴ്ച പെൺകുഞ്ഞ് പിറക്കുന്നത് ഐശ്വര്യമാണെന്ന വിശ്വാസം തമിഴ്നാട്ടിലുണ്ടത്രേ. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച തന്നെ എനിക്ക് പെൺകുഞ്ഞ് പിറന്നതിൽ ഞാൻ സന്തോഷവാനാണ്. ഇത്രയും പറഞ്ഞ ശേഷം അദ്ദേഹം എനിക്ക് ലഡു എടുത്തു തന്നു. അത്രയേറെ സന്തോഷവാനായ വിജയ് സാറിനെ അന്ന് ഞാൻ ഇവിടെ കണ്ടത്. ഞാൻ അദ്ദേഹത്തിന് കൺഗ്രാജുലേഷനൊക്കെ പറഞ്ഞു. ഇന്നും അദ്ദേഹത്തെ അന്നത്തെ ആ സംഭവം, ആ സാറിൻ്റെ സന്തോഷവും നിറഞ്ഞ മുഖം എൻ്റെ മനസ്സിൽ ഇതുപോലെ തന്നെ ഉണ്ടെന്ന് ലക്ഷണ പറയുന്നു.